എന്തെങ്കിലും വഴക്കിട്ട് വാങ്ങിച്ചത് സാധനങ്ങളൊക്കെ തിരിച്ചു പറയും. ഏറ്റവും പണ്ട് മുതലേ ഞാൻ ഇതുവരെയും ഫേസ് ചെയ്തൊരു സ്വഭാവം. നമ്മൾ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടില്ല. ഗ്രംപി ലുക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് വരെ പോയി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടാത്ത ഒരാളാണ്. ചിരിക്കണ പോലെ ചിരി കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. താലിമാല എടുത്ത് വെച്ച് ഫാഷൻ ചെയ്യുന്നത് ശരിയാണോടാ? ഓൾവേസ് മൈ ഡൗട്ട്. വളരെ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷങ്ങളാണ് അവർ ഒരിക്കലും ചെയ്യാൻ. അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. See, we are Enquiries. രണ്ടുപേരും Enquiries ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ വീഴുമ്പോൾ എനിക്ക് പേടി, അയ്യോ ഫ്രണ്ട്സിന്റെ പോലെ തന്നെ നമുക്ക് സിബ്ലിംഗ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റണം എന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യം. എനിക്കും എന്തെങ്കിലും ഒരു ക്രൈസിസ് എന്ന ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് അച്ചു. Hey my angels. Hi my loves. എന്റെ പേര് ഐശ്വര്യ. എന്റെ പേര് പ്രിയങ്ക. വെൽക്കം ടു our channel Blush with Ash. ചന്ദ് പേര് പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് നമ്മളുടെ Q&Aന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്കുള്ളത് ഇൻസ്റ്റാഗ്രാമിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എനിക്ക് കുറച്ചൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. യാ, ഹലോ ഗൈസ്, ഹൗ യു ഗൈസ് സപ്പോർട്ട് ഈച്ച് അതർ ഡ്യൂറിങ് യുവർ ടഫ് സിറ്റുവേഷൻസ്? നമ്മൾക്ക് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ അവൈലബിൾ ആണ്. അതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം. ഞാൻ അച്ചു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ അച്ചയ്ക്കും, എടാ ഞാനിപ്പൊ പുറത്താണ്, എവറിത്തിങ് ഓക്കെ എന്നുള്ളത് ചോദിക്കും. ഇപ്പൊ തന്നെ വിളിക്കണോ, ഓക്കെ അല്ലേ, അങ്ങനെ ചോദിക്കും. അപ്പോഴത്തേക്കും ഞാൻ പറയും ഇല്ലില്ല ഞാൻ വെറുതെ വിളിച്ചാണ്, അല്ലെങ്കിൽ ഐ ഹാവ് സംതിങ് ടു സേ ഇപ്പൊ വിളിക്കുന്നു പറയും. അങ്ങനെ അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വി മേക്ക് ഷുവർ that we are available for each other. അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടിരിക്കുക. സത്യം. ഇപ്പൊ നമ്മള് അമ്മ എന്നും ബിഗ് ചേച്ചിയുടെ സംസാരിക്കാറുണ്ട്, ഒരു 2 പ്രാവശ്യം വിളിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല. പക്ഷെ നമുക്കൊരു ആവശ്യം ഉണ്ടോ, അല്ലെങ്കിൽ if she is in a very tough situation, if she needs me, എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവും. അച്ഛനിപ്പോ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ ഒരു ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അതാണ്. അതിപ്പോ നമ്മൾ എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതപ്പൊ തന്നെ നമ്മൾ ഫുൾ. ഇപ്പൊ ഞാൻ പല പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവുമായിരിക്കും, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ബിക്കോസ് എനിക്ക് എന്റെ പ്രയോറിറ്റി ഒബ്വിയസ്ലി ഞാനത് സാരില്ല, നമുക്ക് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് ഫാമിലിയാണ് എനിക്ക് എപ്പോഴും പ്രയോറിറ്റി. എന്റെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ, എന്റെ സിബ്ലിങ്സ് ആണ് എന്റെ പ്രയോറിറ്റി എപ്പോഴും. സിബ്ലിംഗ് അപ്പൊ ആ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ എന്റെ വർക്ക് ചിലപ്പോൾ ഞാൻ ഓക്കെ കോംപ്രമൈസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പോ ഫിസിക്കലി എനിക്ക് അവിടെ പോകാൻ പറ്റണമെന്നില്ല, പക്ഷെ എന്റെ ആ ഒരു പ്രസൻസ്, സപ്പോർട്ട് ഉണ്ടാവും, ഇമോഷണൽ സാധനം കൊടുക്കണം. ഞാൻ അതുമല്ല, ഞാൻ എന്താണെങ്കിലും എന്ത് സിറ്റുവേഷൻ ആണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ചേച്ചിനായിരിക്കും. അതത്രേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. ഈവൻ വിത്ത് മൈ ഗേൾ ഫ്രണ്ട്സ്. എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സൂര്യ. സൂര്യന്റെ അടുത്ത് പറയും, നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അതാണ് അങ്ങനെ വേണം. അല്ലാണ്ട് ആ സമയത്ത് നീ എന്തിനാ ചെയ്തത് നിനക്കൊന്ന് അപ്പോഴും അത് ചെയ്തു പോയി. നമുക്ക് ടുഗദർ എന്ത് ചെയ്യാമെന്നാ ഞങ്ങൾ കൊലപാതകങ്ങളല്ല, അങ്ങനെ ചെയ്താലും നമ്മൾ അതിന് കൂടെ നിൽക്കും എന്നാണ്. അല്ലാണ്ട് നമ്മള് കൂടെ ഒരുമിച്ച് നിന്നിട്ട് മറ്റാളെ അയാളെ ഇതല്ലേ ശരി, നീ ഇത് ശരിയായില്ല എന്ന് നമ്മൾ ആ സിറ്റുവേഷനിൽ പറയില്ല. നമ്മൾ മാക്സിമം നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. അതാണ് അതിന്റെ ഒരു പോയിന്റ്. അല്ലാത്തൊരു പരിപാടിയില്ല നമുക്ക്. ഓക്കെ, ദി വൺ നെഗറ്റീവ് തിങ് ഓഫ് യുവർ സിസ്റ്റർ ദാറ്റ് യു ഓൾവേസ് വാണ്ടഡ് ടു ടെൽ ഹർ, യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. അയ്യോ, ഒട്ടും അടക്കം ചേട്ടയില്ലാത്ത ഒരാളാണ് അച്ചു. അച്ചു ഫ്രം ലൈക്ക് ജനിച്ചന്നോട്ട് ആ ഹോസ്പിറ്റലിൽ അന്നോട്ട് അച്ചു ഭയങ്കര അൺഓർഗനൈസ്ഡ് ആണ്, മനസ്സിലായ? ലൈക്ക് ഷീ ഹാവ് ലൈക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ബുക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ, എന്റെ ഒന്നും ഇങ്ങനെ പൂജ വെച്ച പോലെ ഇങ്ങനെ ഞാൻ പഠിക്കും. അതാണ് കാര്യം. പഠിക്കാനും ബുക്ക് ഞാനിങ്ങനെ ഇടയ്ക്കെല്ലാം വെച്ച് പെൻസിൽ, പേന അതെല്ലാം ഇങ്ങനെ നന്നിട്ട് വെക്കും. അച്ഛൻ്റെ വഴിയിലെല്ലാം ബുക്ക് വിൽക്കാനിട്ടുണ്ടോ കൂമ്പാരം എനിക്ക് അച്ഛൻ്റെ. അപ്പൊ അതൊരു ഇതാണ്. പിന്നെ അതുപോലെ എന്റെ കമ്പോർഡിൽ നിന്ന് ഞാൻ എല്ലാ മാസവും അടുക്കി പുറക്കേക്ക് വെക്കും. അച്ഛനൊക്കെ തുറക്കുമ്പോ തലക്കുള്ളിലും കുറച്ചുണ്ട്. എക്സാജറേഷൻ അല്ല, ഇങ്ങനെ തന്നെയാണെന്ന് ഞങ്ങളുടെ വീട്. അച്ഛനെല്ലാം എന്താ പറയാ, അച്ഛന് ഒരു അടുക്കും ചിട്ട ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ആ അടുക്കും ചിട്ട കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഒരിക്കലും എനിക്കറിയാം, ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല അതെങ്ങനെ അടുക്കും ചിട്ടയായിട്ട് വെക്കണം എന്നുള്ളത്. അടുക്കും ചിട്ട ആക്കാനായിട്ട് നല്ലത് മിനിമലൈസേഷൻ ആണ്. ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഒരു 10 PJ
അത്രേ ഉള്ളൂ. വീട്ടിലിരുന്ന 10 ഉടുപ്പ്. പിന്നെ എന്താണ് വേറെ വിന്റർ ടൈമിൽ ഒരു 10 ഉടുപ്പ്. അതിൽ കൂടുതലൊന്നും ഞാൻ വെക്കാറില്ല. ബിക്കോസ് നമ്മുടെ സ്റ്റോറീസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ ഇടുന്ന ഉടുപ്പ് തന്നെയാണ് പിന്നെ പിന്നെ ഇടുന്നത്. പുതിയത് മേടിക്കില്ല. പുതിയതല്ലേ ഞാൻ ഉടുപ്പ് വീട്ടിന്റെ ഉടുപ്പ് വാങ്ങിക്കാറില്ല. കുറച്ച് ദിവസം മുമ്പ് ഒരു 5-6 PJ വേണ്ട ഞാൻ ബാക്കി എടുത്ത് വന്നില്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല, ഞാൻ ഓർഗനൈസ്ഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഈ വർഷം തൊട്ട് ഞാൻ കുറെ ഒക്കെ ഓർഗനൈസ്ഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിക്കോസ് നീ മുന്നേ വന്നിരുന്നെങ്കിൽ ഈ സ്റ്റുഡിയോ ഇങ്ങനെ ആവില്ലായിരുന്നു. ആണ് അതാണ്. അപ്പൊ ഞാൻ മാക്സിമം അതാ ഞാനപ്പോ മാക്സിമം ലൈക്ക് നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഏജ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാണ് നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പൊ ഞാൻ കുറെ നാള് ഞാൻ ഈ ക്ലട്ടർ ആയിട്ടിരിക്കണേ ഞാൻ അതിന് എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് കഴിവില്ല, അത് ഒതുക്കി വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒതുക്കി വെക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. ഓബിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട് 100 പ്രാവശ്യം. പക്ഷെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്തത് ശരിയല്ല, അതൊരു അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യമല്ല. ഒരാള് നമ്മൾ പെട്ടെന്ന് ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോ സ്റ്റുഡിയോ സ്പേസിലേക്കോ വരുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് നോട്ട് എ വെരി ഗുഡ് ഇംപ്രഷൻ അബൌട്ട് മീ. എനിക്കിങ്ങനെ ഞാൻ പറയാം, എനിക്ക് പിന്നെ കബോർഡൊക്കെ പോയിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി ഡൊണേറ്റ് ചെയ്യാനുള്ള ഡൊണേറ്റ്, പിന്നെ പോകണം പിന്നെ അതിന് ചെയ്തുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് എന്റെ ക്ലോത്ത്സും ഔട്ട്ഫിറ്റ് എല്ലാം ഞാൻ ഒരു ന്യൂട്രലി ഇതിലേക്ക് മാറണോണ്ട് ഐ ഹാവ് ലൈക്ക് 5 t-shirts, 5 jumpers, maybe 10 jumpers, and they are like 10 years old jumpers. പുതിയതൊന്നും അല്ല. അതെല്ലാം തന്നെ പിന്നെ ഒരു ഉടുപ്പെല്ലാം മേടിക്കുമ്പോൾ ഞാൻ നോക്കും ഇത് അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം ഇടാൻ പറ്റണം. സോറി അറിയില്ല. അപ്പൊ 5 വർഷമെങ്കിലും ഇടാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ. എന്ന് വെച്ചാൽ നമുക്കവിടെ 4 സീസണുള്ളതുകൊണ്ട് ഒരു വർഷം ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഉടുപ്പിടുക. അപ്പൊ ഒരു 5 വർഷം ഇടാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നല്ല ക്വാളിറ്റി സാധനം മേടിക്കും റാദർ ദൻ ബൈങ്. ഇപ്പൊ ഞാൻ ഷീൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അതുകൊണ്ടാണ്. ബിക്കോസ് അതൊക്കെ വെറുതെ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ അടുത്ത വർഷം ഇടാൻ ഞാൻ നോക്കുന്നു പോലും ഇല്ല. അതുകൊണ്ട് പക്ഷെ നല്ല സാധനം ഇതൊന്നും കുഴപ്പമില്ല. അതെല്ലാം ലൈറ്റ് കളേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഓൾവേസ് വെയർ ഇറ്റ് അഗൈൻ. എനിക്ക് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലെന്ന് എനിക്ക് എന്താ അറിയാം. എനിക്ക് ഇൻഫ്ലോ ഭയങ്കര കൂടുതലാണ്. പ്രോഡക്ട്സ് ഇൻഫ്ലോ, സാധനം ഇൻഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് അപ്പൊ ഇപ്പൊ എനിക്ക് വെച്ച് എനിക്ക് സ്ഥലം വെക്കാൻ സ്ഥലമില്ല. അതൊരു മെയിൻ കാര്യമാണ്. എനിക്ക് ഇൻഫ്ലോ വളരെ കൂടുതലായതുകൊണ്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത്രയും ഓർഗനൈസർ ആണ്. നമുക്ക് ഓർഗനൈസർ വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല വീട്ടിൽ. അതാണ് ഞങ്ങളുടെ വീട്ടിലെ ഓർഗനൈസേഴ്സ് വാങ്ങിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിലാണ് മെജോറിറ്റി അടികൾ ഞാനിങ്ങനെ ഉണ്ടെന്നല്ലേ. എന്തിനാണ് ഇപ്പൊ വാങ്ങിക്കുന്നത്? നമ്മുടെ വീട്ടിലല്ലോ, നമ്മുടെ വീട്ടിലല്ല, പിന്നെ എന്തിനാന്ന് വാങ്ങിക്കാം. അപ്പൊ എനിക്ക് ഫോഴ്സ്ഫുള്ളി എനിക്ക് എവിടെയൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ വീട് ഒബ്വിയസ്ലി കൊള്ളാം. പിന്നെ ഞാൻ പറയുന്നില്ല ഞാൻ ഓർഗനൈസ്. പക്ഷെ ഞാൻ ഈ വർഷം തൊട്ട് മാക്സിമം ഓർഗനൈസ്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. മുന്നേ പോലെ അല്ല. ഇപ്പൊ മുന്നേ എന്റെ സ്റ്റുഡിയോയിലൂടെ വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്ക് ഇപ്പൊ ഈ വർഷം എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഫീൽ. അത് ഞാൻ തന്നെ എടുക്കുന്ന ഒരു എഫേർട്ടാണ്. ഓക്കെ, ബിക്കോസ് ഈ എന്താ പറയുക എന്റെ വീട്ടിലൊക്കെ കബോർഡിലൊന്നും ഇല്ല, സാധനങ്ങളൊന്നും ഇല്ല. അടുക്കളയിലാണെങ്കിലും അതെ സാധനങ്ങളില്ല. അതാണ്. അപ്പൊ ഞാൻ എന്തൊരു സുഖം. അപ്പൊ ഞാൻ പെട്ടെന്നൊരു തീയങ്ങാനും വന്നു കഴിഞ്ഞാൽ 2-3 സാധനം അത്ര ഈസിയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് സംഭവം. പിന്നെ 1 നെഗറ്റീവ് അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്ത് പറയണ്ടേ, എന്റെ ഒരു നെഗറ്റീവ് പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ലിസ്റ്റ് എഴുതേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറഞ്ഞ പറ്റൂ. പറയാനാ പെരട്ട സ്വഭാവം ഇതുപോലെ എന്റെ മാർക്കൾ ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ആലോചിച്ചപ്പോഴത്തേക്കൊന്നും കിട്ടുന്നില്ല. എല്ലാം തെളിഞ്ഞോളാം ഞാൻ. അങ്ങനെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരൂല. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എന്തെങ്കിലും വഴക്കിട്ട് വാങ്ങിച്ചത് സാധനങ്ങളൊക്കെ തിരിച്ചു പറയൂ. ഏറ്റവും പണ്ട് മുതലേ ഞാൻ ഇതുവരെയും ഫേസ് ചെയ്തൊരു സ്വഭാവം. എന്ത് സാധനം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കുറെ സ്നേഹത്തോടെ തരും. 2 ദിവസം കഴിയുമ്പോൾ വഴക്കിട്ടാ ഞാൻ നമുക്ക് സാധനം തിരിച്ചു. അല്ല, ഞാൻ അതൊന്നും ഇപ്പൊ ചെയ്യാറില്ലല്ലോ. ഇപ്പൊ ഉള്ള ചീത്ത സ്വഭാവം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചത് കഥയും കൊണ്ട് വന്നേക്കാം. എന്നെ കുറിച്ച് ഇല്ല പറയാനാണ്. തൽക്കാലം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടാ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഞാൻ ഒരു ചീത്ത സ്വഭാവം പറയാം. ഇല്ല, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ ഇവന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ അനാവശ്യമായിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് ബ്ലൈൻഡ്ലി വിശ്വസിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയും. അത് എനിക്കത് പറയുമ്പോൾ എനിക്ക് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഭയങ്കര സ്നേഹമായിട്ട് പിങ്കി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരാൾക്ക് വേണ്ടി പിങ്കി ചേച്ചി ഈസ് 200% അവൈലബിൾ. ഏത് നേരം സംസാരവും എല്ലാ കാര്യങ്ങളും പറയണതും അയാൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. അതാണ് എനിക്ക് ഇഷ്ടമല്ല ഒരു പെട്ട സ്വഭാവം. അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹർ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു 10 വർഷം എല്ലാം കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ നമ്മള് അങ്ങനെ നിൽക്കണ കുഴപ്പമില്ല. ഒരു ഇന്നലെ കണ്ട ആൾക്കാരൊക്കെ പറയോ നോട്ട് ഇവൻ ഇയർ ഓക്കെ ഒരു 6 മാസം കൂടെ ഉള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കൂട്ടായി ഭയങ്കരമായിട്ട് കമ്പനിയായി ഭയങ്കര വൈബാവും.
എന്തിനാണെന്തോ. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ അലക്കുലത്ത് പ്രശ്നങ്ങളായിട്ട് ഇടാ നീ അറിഞ്ഞോന്നൊക്കെ വന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ അപ്ലൈ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇന്നലെ കണ്ട ആൾക്കാരായിട്ട് ഇത്രയും നമ്മൾ അവൈലബിൾ ആവുകയും നമ്മൾ സംസാരിക്കുകയും നമ്മള് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതും ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ആരെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ അങ്ങനെ പറയുള്ളൂ. പക്ഷെ ആക്ച്വലി ചില സമയം ഒന്ന് പോടാന്ന് പറയണതിന് പകരം മേലെ എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത്, എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് പറയണില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ സ്വഭാവം എനിക്ക് ലൈക്ക് ഐ ജസ്റ്റ് അമ്മൂമ്മയുടെ അടുത്ത് പോയി പറയാം, അങ്ങനെയല്ല നമ്മൾ പറയില്ലേ, അങ്ങനെ പറയും. പക്ഷെ അപ്പൊ അവരും അത് ലൈറ്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ദേ തിങ്ക് ഇറ്റ്സ് ഓക്കെ ടു ടോക്ക്. പക്ഷെ അന്ന് അതല്ല, സി ഐ ഡിഡ്ന്റ് ലൈക്ക് ദ വേ യു ടോക്ക്, സംസാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയും. എനിക്കും ആ സെയിം ഇഷ്യൂ ഉണ്ട് കേട്ടോ. എനിക്കും ഇങ്ങനെ നമ്മള് അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എന്റെ അടുത്ത് തന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഞാൻ പറയാറില്ല. പക്ഷെ ഞാൻ പല എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? ബിക്കോസ് ഐ തോട്ട് ഓ ദേ ആർ മൈ ഫ്രണ്ട്സ് സോ ഐ ടേക്ക്. പക്ഷെ നോ, യു ക്യാൻ ഓൾവേസ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർസെൽഫ് ആൻഡ് ഓൾസോ യു ഹാവ് ടു സെറ്റ് എ ബൗണ്ടറി. എന്ത് ആരാണെങ്കിലും ആർ യു സിസ്റ്റേഴ്സ് ഓർ ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ഒബ്വിയസ്ലി ബിരിയാണി. എന്നാലും വേറെ എന്തെങ്കിലും ഇല്ല. ഗോബി മഞ്ചൂരിയൻ. പച്ചക്കറിയിലെല്ലാം ഇഷ്ടമാണ്, അല്ലാത്തതാണെങ്കിൽ നോൺ വെജിൽ ആകെ ബിരിയാണി മാത്രം. എനിക്ക് ഏതാണ് ഇഷ്ടമുള്ള ഇത്? എന്താ ക്യൂസീൻ? ഇന്ത്യൻ. എനിക്ക് വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇന്ത്യനിലാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് പഞ്ചാബി. നമ്മൾ മലയാളം ഓബ്വിയസ്ലി, കേരള ഫുഡ് ഓബ്വിയസ്ലി, പിന്നെ പഞ്ചാബി ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ജാപ്പനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. I love it. Okay. Who was the naughtiest childhood and now? അങ്ങനെ ചോദിച്ചൊരു വലിയ ചോദ്യം പോലെ. നോട്ടിയാണോ? ക്യൂട്ടി ഹോട്ടി ആയിരുന്നു പണ്ട്. അങ്ങനത്തെ ആൾക്കാരൊന്നും ക്യൂട്ട് സൈഡ് ഒന്നും ഇല്ല നമുക്ക്. ശരിയാണല്ലേ, നമുക്ക് നമ്മളെ ക്യൂട്ട്നെസ് വാരി വിതറിട്ടില്ല. അത് നമ്മളുടെ ആ വാരി വിതറിന്റെ പ്രായത്തിൽ പോലും വിതറിട്ടില്ല. അതിനെല്ലാം കൂടെ ഒരുത്തി വേറൊരുത്തി വീട്ടിൽ നമ്മള് വിതറാത്ത പലതും അവളോട് ഇന്ന് വിതറുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കുറച്ച് മാസ്കുലിൻ എന്താണ് സൈഡ് കുറച്ച്. ഞാനും അച്ചുവും മാസ്കുലിൻ എനർജിയാണ്. മാസ്കുലിൻ എനർജി ഉള്ള ഫെമിനിൻ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഭയങ്കര ഗേളി ലുക്കാണ്. പക്ഷെ വി ആർ വെരി ലൈക്ക് ഇൻഡിപെൻഡന്റ്. വി ഡോണ്ട് വാണ്ട് ടു we take initiatives. We are the one provider. Like you want to be the provider, you want to be the initiator, we want to give surprise, everything like that. പിന്നെ നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തോന്നാറുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഓടിപ്പോയി ചേട്ടാ നമുക്ക് ഇഷ്ടമാണ് വല്ല ഇഷ്ടമൊക്കെ പറഞ്ഞു തരുന്നു പറയും. ഇഷ്ടപ്പെട്ട മര്യാദക്ക് എന്ന് പറയുന്നത്. അതെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് അങ്ങനെയാണ്. നമ്മളതുകൊണ്ട് ക്യൂട്ട്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിയാണല്ലേ. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മളെല്ലാം വളർന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ വെച്ചോ ഞാൻ നോക്കുമ്പോ എന്റെ കൈ ഇങ്ങനെ ഇരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഞാനോട് ഞാൻ കൈ വെക്കണം. നമ്മളെല്ലാം വളർന്ന കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് മക്കളെല്ലാവരും ഭയങ്കര പേടിച്ചിട്ടാണല്ലോ. അച്ഛനമ്മേനെ പേടിച്ചിട്ട്, ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പേടിച്ചിട്ട്, ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പേടിച്ചിട്ട്, പുറത്തു പോകാൻ പേടിച്ചിട്ട്, ഇങ്ങനെ ഉടുപ്പിടാൻ പേടിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളർന്ന നമ്മള് യാതൊരു പേടിയില്ലാണ്ട് വളർന്നത് എന്താണ് അതാണ് എനിക്ക് മനസ്സിലാത്തത്. അങ്ങനെ പേടിയൊന്നുമില്ല. ഇല്ല, പേടിയൊന്നും അങ്ങനെ നമ്മുടെ ആ ചുറ്റുവട്ടത്തെ ആൾക്കാരൊന്നും ആദ്യം പ്രേമിക്കാത്ത സമയത്ത് നമ്മൾ നല്ല രീതിക്ക് പ്രേമിച്ചിട്ടുണ്ട്. അതല്ല, നമ്മുടെ എല്ലാമുള്ള ആൾക്കാരൊക്കെ പ്രേമിച്ചിട്ടുണ്ട്, അവർ പൊളിച്ചോടി പോയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒന്നുമല്ല, ഡീസന്റ് ആയിട്ട് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നല്ലപോലെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനത്തെ പ്രേമമല്ല, നമ്മള് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു. നമ്മൾ പ്രേമിച്ചു, അതുപോലെ അച്ഛനും അമ്മേനെ വിഷമിച്ച് ഓടി പോകുന്നില്ല. അതെ, പോകുന്നില്ല, പോയിട്ടില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ അടിയിടുന്നത് എന്തിനാ? എന്റെ പോന്നെ എന്തിനാണ് നമ്മൾ അടിയിടാറില്ല. നമ്മൾ അടി ഇട്ടിരുന്നത് എന്തിനായിരിക്കും? നമ്മൾ അടിയിട്ടിരുന്നത് നമ്മൾ ഈ കഴിച്ചോ സോനനികത്തിന് നമ്മളെ സ്നേഹിക്കാൻ പറ്റത്, റിമോട്ടിനുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് മുറി കയറിയതിന് ഈ പറഞ്ഞ പുള്ളിക്കാരത്തിന്റെ അലമാര പോയിന് അടുക്കി അവരെല്ലാം എങ്ങനെ അവിടെ നിന്ന് അറിയും. അപ്പൊ ഞാൻ വന്നതിന് വലിക്കുമ്പോ തന്നെ അറിയും ഇവിടെ പാടി അങ്ങനെ ആ സ്പോട്ടിൽ അത് മനസ്സിലാവുകയും ചെയ്യും. അതെ, അതിനൊക്കെ നമ്മൾ അടി ഉണ്ടാക്കിയിരിക്കണത്. പിന്നെന്താ, ഇത്ര ഹാപ്പി ആയിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും എന്താണ് കാരണം? ആരാണ് റോൾ മോഡൽ? റോൾ മോഡലൊക്കെ ഞാൻ തന്നെ.
എന്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. ബിക്കോസ് ഞാൻ എന്റെ റോൾ മോഡൽ പിങ്ക് ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളത് നമ്മള് എല്ലാ സലാം വെച്ചിട്ടൊക്കെ കിടക്കുമല്ലോ, നാളെ എണീച്ചില്ലെങ്കിലോ, അതാണ്. അപ്പൊ ഇപ്പൊ അങ്ങോട്ട് തീർത്തിട്ട് സന്തോഷമായിട്ട് കയറി കിടന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരാളടുത്ത് മഴക്കിട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. അത് ആരും ആയിക്കോട്ടെ, എനിക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് എത്ര നാളുണ്ടെന്ന് ഒരു പിടുത്തം. ഐ എം 42. There are a lot of people dying in their 40s, 50s, 30s ആൾക്കാർ. അപ്പൊ നമുക്ക് അറിയില്ലടാ നമ്മൾ എന്തിനാണ് വലിയ പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടും ഗ്രംപി ആയിട്ടും. വേറൊരു സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഭാഗം മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. വി ഹാവ് അനദർ സൈഡ് ഓൾസോ. മനസ്സിലായി, നമുക്ക് നമ്മളുടെ സാധാ സങ്കടവും വിഷമമുള്ള സൈഡുകളുണ്ട്. ഇങ്ങനെ കറഞ്ഞോണ്ടൊന്നും ഇരിക്കണമെന്നും അല്ല, നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ വീഡിയോസ് എടുക്കാനും സ്റ്റോറീസ് ഇടാനും പറ്റുള്ളൂ. എനിക്ക് സ്റ്റോറീസ് ഒന്ന് കരയാനോ വീഡിയോസ് ഒന്ന് കരയാനോ എനിക്ക് ഇഷ്ടമല്ല. അതെ, ഞാൻ ഒരു പ്രാവശ്യം കരഞ്ഞായിരുന്നു. എനിക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് അവര് എന്താ പറയാ ഓവർകം ചെയ്ത കുറെ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും കരയുന്ന വീഡിയോ. അപ്പൊ ഞാൻ ഈ കരയുന്ന വീഡിയോ എടുക്കാൻ പറ്റും, എനിക്കത് അറിയില്ല കേട്ടോ. ചിലപ്പോ അത് അവരുടെ രീതിയായിരിക്കും, പിന്നെ കുറ്റം പറയാൻ കളിയൊക്കെ അല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ഒക്കെ അൺലോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്റെ കരച്ചിലൊക്കെ ഞാൻ പൊതുവെ അങ്ങനെ ഇമോഷണൽ ആയിട്ട് ഒരാളല്ല. മേ ബി മൈ ഏജ്. ഞാനും അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരഞ്ഞിട്ട് ഇപ്പൊ ചില ആൾക്കാർ പറയില്ലേ ഐ ക്യാൻ ഡീൽ എവറിത്തിങ് ബട്ട് ഫസ്റ്റ് ഐ ഹാവ് ടു ക്രൈ എന്ന് പറയില്ല, ആ ഒരാളല്ല ഞാൻ. ഐ ക്യാൻ ഡീൽ ബട്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ റോൾ മോഡൽ എന്ന് വെച്ചാൽ നീയാണ് കേട്ടോ. ബിക്കോസ് പല കാര്യത്തിലും എനിക്ക് പിങ്ക് ചേച്ചി ഇങ്ങനെ എന്താ എനിക്ക് പിങ്ക് ചേച്ചി കുറച്ച് വേ ഹെഡ് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. മേ ബി അച്ഛനൊക്കെ അങ്ങനെയായിരുന്നു, അച്ഛനൊക്കെ വെച്ച് വേ ഹെഡ് ആയിരുന്നു. അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 10 കൊല്ലം മുന്നേ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പിങ്ക് ചേച്ചി എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ഡെലിവറി കഴിയുമ്പോഴത്തേക്കും വണ്ണം വെക്കും കേട്ടോ, വണ്ണൊന്നും വെക്കരുത് പെണ്ണെ, എപ്പോഴും നമ്മുടെ ശരീരം വേണം നീ നോക്കാൻ വേണ്ടി, നമുക്ക് എന്ത് ഡ്രസ്സ് ഇടാൻ വേണ്ടി നീ സെക്സ് ആയിട്ടിരിക്കണം. അപ്പൊ അതൊന്നും ആരും നിനക്ക് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ 10-15 years മുന്നേ പറഞ്ഞാൽ 10 തലയായി അതിന് ഒബ്വിയസ്ലി പ്രായമായി. പിന്നെ നമ്മൾ അങ്ങനെ ഡ്രസ്സസ് ഇടുള്ളൂ, അങ്ങനെ വണ്ണം വെക്കും, ശരീരം നോക്കത്തില്ല. പക്ഷെ എനിക്ക് ബോഡി നന്നായിട്ട് നോക്കണം എന്ന് ആ ഒരു ഇൻസൈറ്റ് പിങ്ക് ചേച്ചിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും കേട്ടോ, നമുക്ക് ലൈഫ് സിറ്റുവേഷൻസ് ലൈഫ് കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ലൈറ്റ് എടുക്കണം, അതെങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ മിണ്ടാതിരിക്കണം. ചില എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളും കൂടെ ആർക്കാണല്ലോ വരുന്നേ. ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി അനു, ശ്രീകുട്ടി, പിങ്ക് ചേച്ചി, ഇവർക്ക് 3 പേരും അറിയാത്ത ഒരു രഹസ്യം എന്റെ ലൈഫിലില്ല. ഇവരുടെ 3 പേരുടെ അടുത്താണ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഐ എം സോ ഫോർച്ചുനേറ്റ് ബിക്കോസ് ഫ്രണ്ട്സിന്റെ പോലെ തന്നെ നമുക്ക് സിബ്ലിംഗ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യം. എനിക്കും എന്തെങ്കിലും ഒരു ഒരു ക്രൈസിസ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് അച്ചു. ഞാനിങ്ങനെ വന്നാലും അങ്ങനെ പറ്റുള്ളൂ. ബിക്കോസ് അവർ കിടന്ന് ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ അവർ വേറെ പണി. അതെ, അത്രേ ഉള്ളൂ. ഈവൻ നമ്മളന്ന് ദുബായിൽ ഞാൻ അപ്പുമായിട്ട് പോയില്ല പറഞ്ഞ താമസം. അപ്പത്തേക്ക് ഞാൻ നമ്മളിങ്ങനെ കഥ പറഞ്ഞു, എടാ നിനക്ക് ഇതൊക്കെ ചേച്ചിയുടെ അടുത്ത് പറയാമോ? അപ്പൊ ഞാൻ എന്ത് വേണേലും പറയാം. എനിക്ക് പുള്ളിക്കാത്ത ഒറ്റ പോളാണ്. എനിക്കിത് കേട്ടിട്ട് കൊതിയാവണ്. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം പിങ്ക് ചേച്ചി. ഒട്ടും ജഡ്ജ് ചെയ്യില്ല. ഞാൻ എന്തൊരു ജഡ്ജ് ചെയ്യാം അല്ല, എന്താന്ന് പറയട്ടെ, ഞാൻ പറയാം, മനുഷ്യനാണ്, നമ്മുടെ ലൈഫിൽ കൂടെ പലതും വരും. ഞാൻ ജഡ്ജ് ചെയ്തോണ്ടിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. നോക്കുമ്പോഴത്തേക്കും പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അല്ല, ഇപ്പൊ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നീ ഹാപ്പി ആണോ, ഇപ്പൊ ഇവൻ എന്ത് ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലോ നമ്മളുടെ അൾട്ടിമേറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേഗം മരിച്ചു പോടാ, വേഗം പ്രായമായി പോകും, വേഗം മുടി നരയ്ക്കും, സ്കിന്നെല്ലാം കേടാവും. അതിന്റെ ആവശ്യമില്ല. ഹൗ ടു ബി എ സ്ട്രോങ് വുമൻ? എന്റെ പോനോ, ഐ തിങ്ക് വി നീഡ് some girl besties or siblings like this to be a strong woman so that നമുക്ക് എന്ത് വേണമെങ്കിലും ഡീൽ ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യാം. നമ്മുടെ അടുത്ത് ഒരാൾ എന്ന് പറയണ ഈ ആള് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്റെ മനസ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ബി ഓണസ്റ്റ് ആൻഡ് സേ എനിക്ക് എന്തുകൊണ്ട് ഞാൻ മിണ്ടല്ല, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. യു ഹാവ് യുവർ ഓൺ ആർക്കും എന്താണ് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഓവ് ചെയ്യണല്ലടാ. അത് തന്നെ മതി. മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ്. നമ്മൾ ആരും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഉടുപ്പിടുന്നതിന് ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ ടു എനി വൺ. ഞാന് നാളെ പറഞ്ഞിട്ട് നടന്ന ഐ ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ ടു എനി വൺ. ഓക്കെ, അതെല്ലാം എന്റെ മാത്രം ഇഷ്ടമാണ്. അത് അങ്ങനെ വിചാരിച്ചാൽ മാത്രം തന്നെ സ്ട്രോങ് ആയി. യു നോ വാട്ട് യു ഡൂയിങ്. ഇവിടെ എന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാച്ചു കഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗേൾ
ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ നമുക്കൊരു കാര്യം നമുക്ക് ഒന്ന് മിനിമം ഒരാളുടെ അടുത്തെങ്കിലും പറയാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ പല സിറ്റുവേഷൻസ് നമുക്ക് ഒരു ബാക്കപ്പ് കിട്ടണമായി തോന്നും പല ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും. സോ അത് എനിക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനെ ഫീൽ നമ്മളുടെ നല്ല സ്ട്രോങ് ഫ്രണ്ട്സ് ഇപ്പൊ ഗേൾ ഫ്രണ്ട്സ് തന്നെയാണെന്നില്ല ഫ്രണ്ട്സ് ഓക്കെ definitely will make you a stronger person എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കെപ്പോഴും ഇങ്ങനൊരു ഓരോ എന്താണ് ഒരു ലാഡർ വെച്ച പോലെയാണ് ഫ്രണ്ട്സ്. Like there are Achu on the top and then my two other friends. പിന്നെ എന്റെ ഓസ്ട്രേലിയയിലുള്ള കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയാണ്. പിന്നെ വെറുതെ കുറെ ഫ്രണ്ട്സ്. അവരുടെ അടുത്ത് ഞാൻ സ്നേഹമായിട്ട് തന്നെയാണ്, അല്ലാണ്ട് അവരവിടെ ഇരിക്കണം എന്ന് മൈൻഡ് ചെയ്തല്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് അച്ചുമ്പോ ഷീ നോ എവറിത്തിങ്. ആൻഡ് ദെൻ പിന്നെ സെക്കൻഡ് ലേ ആർക്കും അറിയില്ലെന്നല്ല, നോ ലേറ്റ്, അത്രേ ഉള്ളൂ. അത് തന്നെ എന്റെ കാര്യം സെയിം. എനിക്കോട് എന്റെ കാര്യത്തിൽ പറയുമ്പോൾ പിങ്ക് ചേച്ചി, അനു, ശ്രീകുട്ടി ഏകദേശം അതെ അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും പിക്ക് ചെയ്ത് ആ 3 പേരിൽ ഒരാൾ ഇപ്പൊ ആരാ ഫ്രീ അവരുടെ അടുത്ത് നമ്മൾ കാര്യം പറയും. പക്ഷെ അതെനിക്ക് കേട്ടിലേക്ക് സമാധാനമില്ല, അതാണ് സത്യം. പിന്നെന്താ ഓക്കെ, പിങ്ക് ചേച്ചി ഇസ് എ പേഴ്സൺ വിത്ത് സോ മച്ച് പോസിറ്റിവിറ്റി. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹെർ? I feel so good because I am a sister, so I feel so happy. Yeah, obviously. What is your favorite childhood memories with your sister? ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ പറ്റി പറയണില്ല, പൊരിഞ്ഞടിയായിരുന്നു. Who is more fun? Foodie, intelligent, emotional, silly, anxious, easily blend with others. Okay, നമുക്ക് 1 മുതൽ തുടങ്ങാം. Fun? Both of us are fun. Foodie? Achu. Only Achu. Intelligent? Emotional? ആണ്. Silly? Both of us. Yeah. Anxious? Me. Easily blend with others? Achu. ഞാനല്ല, ഞാൻ ഭയങ്കര ചൂസ് ചെയ്യണം. അതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പോയി കൂടുന്ന ആൾക്കാരുടെ അടുത്ത് ഒരുപാട് കൂട്ടായി പോണ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് 100 ഫ്രണ്ട്സ് ഒന്നും ഇല്ല, 5 ഫ്രണ്ട്സ് അല്ലേ, അതിനകത്ത് ഒരാളാണല്ലോ, അങ്ങനെയാണ് കേട്ടോ. ഇത് ഇവിടെ നേരെ തിരിച്ചാ. ഫ്രണ്ട്സ് ആയോ, വേറെ ഫ്രണ്ടിനെ കിട്ടി പിന്നെ നമ്മൾ തുള്ളി നടക്കുക. എല്ലാത്തിനും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക്, എന്താ പറയാ, എനിക്കങ്ങനെ എന്താ പറയാ ആ വേർഡ് എന്താണ്, ഈസിലി ബ്ലെൻഡിങ് അല്ല. ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ അമ്മയെ ആരുടെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ഞാൻ ആരുടെ ഫോൺ സംസാരിച്ചിട്ടുണ്ടോ, ഞാൻ കാറ് പാർക്ക് ചെയ്തത് ഞാൻ തെയ്യമ്മേ തിയേറ്റർ മൊത്തം മലയാളികളാവും. ഒരു മലയാള സിനിമ കാണാൻ പോയവര് മലയാളികളല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അതും എന്നെ ആങ്ഷ്യസ് ആക്കും. ബിക്കോസ് അവരൊക്കെ ആ പ്രിയങ്ക എന്തോ ഉണ്ട് വിശേഷം ഇതൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര, എനിക്ക് അങ്ങനെയല്ല, ഞാൻ എവിടെ പോയാലും അതുപോലെ ഹെഡ് ചെയ്ത് സംസാരിക്കും. ഞാൻ നമ്മളിങ്ങനെ ഗ്രംപി ലുക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് വരെ പോയി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടാത്ത ഒരാളാണ്. ചിരിക്കണ പോലെ ചിരി കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കുന്ന ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു സൂക്കേടാണ്. Who likes to watch movies more? How was watching Empuran with her? അച്ഛനാണ് ഡെഫിനറ്റ്ലി മൂവി കാണാൻ ഇഷ്ടം. എനിക്ക് അറ്റൻഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണില്ല. ഒരു സിനിമ ഒക്കെ ഞാൻ 4 ദിവസം കൊടുത്തൊക്കെ കാണും. ഞാൻ ഒരു മൂവി ലവറാണ്. എനിക്ക് കൂടുതൽ തിയേറ്ററിൽ പോയി കാണാനാണ് ഇഷ്ടം. എനിക്ക് വീട്ടിലിരുന്ന് കാണാൻ ഇഷ്ടം. ബിക്കോസ് എനിക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ നിർത്തി ഓടണം. How was your experience watching Empuran with her? Empuran ഞാൻ പറയാം, ഞാൻ ഈ അനുവിടെ, ഞാനിവിടെ, വാവ മടിയില്, കിരൺ, ഉണ്ണിക്കുട്ടി, സായി, അറ്റത്ത് പിങ്ക് ചേച്ചി. നീ ഇടയ്ക്ക് നോക്കും എന്ത് ചെയ്യാ. എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മൂവി അപ്പൊ പുള്ളിക്കാരത്തെ പിടിച്ച് അടുത്തിരുത്തി എന്റെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നാൽ ഇത് എന്റെ സിനിമയല്ല, എന്റെ പ്രൊഡക്ഷൻ അല്ല, എന്റെ സ്റ്റോറി അല്ല, എന്റെ ഡയറക്ഷൻ അല്ല. പക്ഷെ എന്റെ കൂടെ വന്ന ആൾക്കാർ കംഫർട്ടബിൾ ആയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പെട്രോളാവും. അപ്പൊ ഞാൻ ഓക്കെ അല്ലേ, കോമഡി അല്ലേ, അപ്പോഴാണ് നമ്മൾ കോമഡി പറയാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തിന്റെ ഫോണുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അപ്പൊ എനിക്ക് മനസ്സിലായി പിടിച്ചിട്ടില്ല, ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്, ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ സ്വന്തം സിനിമ എന്ത് നന്നാക്കി പറഞ്ഞില്ലെങ്കിൽ സിനിമ മലയാളത്തിൽ നിർത്തണമെന്നാണ് എന്റെ കണ്ടുപിടുത്തം. എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഇങ്ങനെ വായിച്ചു എനിക്ക് മടുത്തായിരുന്നു ആ സിനിമ. പണ്ടാരം നമ്മൾ ഒന്നും പറയുന്നില്ല, എംപുരാനെ പറ്റി പറയാതിരിക്കുന്നതല്ല, അതിനെപ്പറ്റി പറയാതിരിക്കുന്നതല്ല അതല്ലേ. പിന്നെ സിമിലാരിറ്റീസ് ഇൻ ബോത്ത് ഓഫ് യുവർ ക്യാരക്ടർ. See, we are Enquiries. രണ്ടുപേരും Enquiries ആണ്, ബട്ട് ഫെബ്രുവരി ആൻഡ് ജാനുവരി Enquiries ആണ്. അതുകൊണ്ട് അതിന്റേതായ ചില അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ അതിന്റേതായ എല്ലാ ട്രേസും നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്.
ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടി ആണ്, അച്ചു വളരെ എക്സ്ട്രോവേർട്ട് ആണ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെന്താണാവോ ഫെബ്രുവരിക്കാർക്ക് അങ്ങനെ ഒരു ഇൻട്രോവേർട്ട്. പക്ഷെ എവരി വൺ ലൈക്സ് ആൻഡ് അക്വേറിയസ്. അക്വേറിയസ് ഇസ് ദ ക്വീൻ. യെസ് ഒബ്വിയസ്ലി. പിന്നെ എന്താ പിങ്കി ചേച്ചി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് ക്ഷമിക്കും. ക്ഷമാശേഷി ഞാൻ ക്ഷമിക്കില്ല. ക്ഷമിക്കും, പക്ഷെ ഞാൻ മറക്കില്ല. ഞാൻ മറക്കൂല, ക്ഷമിക്കൂല. ഞാൻ വൺസ് എന്റെ ആ ഒരു ലിസ്റ്റ് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരിക്കലും ആ ഡോർ തുറന്നു കൊടുക്കുകയോ തിരിച്ചു കയറ്റുകയോ ആ പേര് ഞാനത് ചെയ്തത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഡോർ അടച്ചു. ഞാൻ ഒരിക്കലും തുറന്നു കൊടുക്കൂല. എനിക്കത് വെച്ചാൽ അങ്ങനെയാണ്. അത് ആരാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. അത്ര നല്ല ഗുഡ് ഫ്രണ്ട് ആണ് തോന്നുമ്പോഴാണ് നമ്മൾ പിന്നെ എന്തെങ്കിലും അടുപ്പിച്ചു വരട്ടക്കാറ്. പക്ഷെ അതും പിന്നെ they are still them, you know, they'll still do the same. They'll do that. That's why I never give any of them a chance. അതാണ് എന്റെ ഒരു സംഭവം. പിന്നെ അങ്ങനെ എന്താ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അക്വേറിയസ് ആയതുകൊണ്ട് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ചെയ്യുമ്പോ അതെന്താന്ന് അറിയില്ല കേട്ടോ. അത് അക്വേറിയസ് ആയതുകൊണ്ട് നമ്മൾ പേടിയാണ്. കാര്യം പറയാൻ പറയുമ്പോ അതേ സിറ്റുവേഷൻ പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് അനുഭവിക്കുന്ന ഒരാൾ. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും എനിക്ക് പേടി, അയ്യോ സെയിം തിങ് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അതുകൊണ്ട് നിന്നെ കോണ്ടാക്ട് ഒക്കെ താല്പര്യം. എന്റെ കേസ് ഇതുപോലെ ആവോ? അതാണ് നമുക്ക് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസസും നമുക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമിലർ ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോ കാര്യങ്ങൾ നമ്മൾ ബിസി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകുമ്പോഴേക്കും ആ സംഭവം സംഭവിച്ചോട്ട് വരുന്നത് പറയുമ്പോ ദൈവമേ ശരിയാണല്ലോ എന്ന് തോന്നും. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ പറയും സിമിലർ. അത് തന്നെ ഇവിടെ ഇപ്പൊ അങ്ങനെ നമ്മൾ കോൺവെർസേഷൻ കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. അത് തന്നെ ഇവിടെ അത് തന്നെ. ഓക്കെ, ഈസ് ദർ എനിത്തിങ് വിച്ച് യു കാൺ ഷെയർ വിത്ത് യുവർ സിസ്റ്റർ? ആൻഡ് ഓൾസോ വൺ സീക്രട്ട് ബിറ്റ്വീൻ യു ടു. നോ, എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. വായടക്കാത്ത ആൾക്കാർ സീക്രട്ട് വെക്കില്ലല്ലോ. നമ്മൾ സീക്രട്ട് വെക്കേണ്ട അല്ല, നമ്മൾ സീക്രട്ട് വെക്കാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അത് നമുക്ക് സീക്രട്ട് ഇല്ല. ആൻഡ് അങ്ങനെ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ടോപ്പിക്കും ഇല്ല. അത്രേ ഉള്ളൂ കേട്ടോ. അതെ, ഈ മാരേജ് ആയവർ താലിമാല എടുത്തു വെച്ച് ഫാഷൻ ചെയ്യുന്നത് ശരിയാണോടാ? ഓൾവേസ് മൈ ഡൗട്ട്. വളരെ തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷങ്ങളാണ് അവർ ഒരിക്കലും ചെയ്യാൻ. അവര് നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ല, അവര് മാല വരുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ. പാപികൾ. അതെ അതെ, പാപികൾ നരകത്തിൽ. ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. How do you manage long distance relationship with your sister? നമ്മൾ നന്നായി മാനേജ് ചെയ്യുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. നമ്മൾ ആണും പെണ്ണും അല്ല, നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കുഴപ്പമില്ല. നമ്മൾ ആണും പെണ്ണും ഞങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് നമ്മൾ പ്രശ്നമായേനെ അല്ലേ? സത്യമല്ലേ? അതെ, നമ്മൾ ആണും പെണ്ണും അല്ല, നമ്മൾ സിസ്റ്റേഴ്സും നമ്മൾ ഗേൾസും ആയതുകൊണ്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ പ്രോബ്ലം. ആൻഡ് ഓൾസോ വി ആർ അക്വേറിയസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമല്ല. അതെ. ഇനി എന്നാണ് ഐഷ ചേച്ചി ഓസ്ട്രേലിയക്ക് പോകുന്നത്? അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെയല്ല, വരാം, പക്ഷെ അതിനൊരു ആവശ്യം വരുന്നില്ല ഇപ്പൊ. അതെ അതെ, ഒരാവശ്യം വന്നാൽ ഞാൻ അപ്പോൾ അവിടെ എത്തുന്നതായിരിക്കും. അടുത്ത വണ്ടി പിടിച്ചിടും. അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതെ, ചേച്ചി സുഖാണോ? ഒരു അടിപൊളി ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. ഒരു ചാലഞ്ച്, രണ്ടാളും അനുവിന് മേക്കപ്പ് ചെയ്യാം. ആരുടെയാണ് ഭംഗി? അതാണ് ഫ്രണ്ട് കഴിഞ്ഞാൽ അതിനാരും തയ്യാറാവുമെന്ന് ചോദിച്ചു നോക്കും. പണ്ടുണ്ടല്ലോ ഈ മേക്കപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ ആദ്യമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് അതോ സായി ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതല്ലെന്നേ, ആ കല്യാണത്തിന് വന്ന സമയത്താണോ അതോ സായി വന്നതിന് ശേഷമുള്ള അതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാനും അപ്പൊ പയ്യെ മേക്കപ്പിലേക്ക് പടി എടുത്ത് വെക്കാൻ തുടങ്ങി. അതെ സോറി, പടിയിലേക്ക് ചവിട്ടാൻ തുടങ്ങി. ചേച്ചിക്ക് പക്ഷെ അപ്പത്തേക്കും അറിയാം മേക്കപ്പ് ഒക്കെ. അപ്പത്തേക്കും നമ്മൾ പറഞ്ഞു, എടാ ഞാൻ മേക്കപ്പ് സ്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്കത് യൂട്യൂബില്ല, വീഡിയോ കാണാൻ ഒരു പരിപാടി കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, നീ പഠിച്ച മേക്കപ്പ് സ്കില് എന്റെ മുഖത്ത് ഓർക്കാൻ പറ്റിയപ്പോ നീ നിന്റെ സ്കില്ല് എന്റെ മുഖത്ത് പരീക്ഷിക്കൂ, എന്റെ സ്കില്ല് ഞാൻ നിന്റെ മുഖത്ത് പരീക്ഷിക്കും. നിന്റെ സ്കില്ല് എന്ന് പറയുന്നത് ചേച്ചിക്ക് അന്ന് ഒന്ന് മിഞ്ചിച്ചത് എനിക്ക് അന്ന് സ്മോക്ക് എനിക്ക് സ്മോക്കി. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്മോക്കി പുള്ളിക്കാരി അത് നോക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള സാധനമൊക്കെ നിർത്തി വെച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും അത് കട്ടില്ല അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര മേക്കപ്പാ. പറക്കും നൽകിക്കുന്ന മണവാളുടെ മേക്കപ്പ് മതി, ഭയങ്കര മേക്കപ്പ്. എന്നിട്ട് കണ്ണാടി നോക്കാൻ പാടില്ല. അതാണ് നമ്മളുടെ ഇത്. അതായത് ഒരുമിച്ച് നോക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് എന്താടി കാണിച്ചോ ചേച്ചേൻ്റെ അടുത്ത് എന്താണ് എന്റെ മുഖത്ത് അടുത്ത സ്കില്ല് പിള്ളേർക്ക് ഒരു വാലൊക്കെ ഒരു സാധനം. ഞാൻ പറയും ഇന്ന് പിന്നെ എന്ത് കുന്തണത് ഇല്ല, അത് നിനക്ക് നല്ല ഭംഗിയുണ്ടത്, നല്ല കോലം. പിന്നെ ഞങ്ങള് മേല ആ പടിക്ക് പോയിട്ട് ഹൂസ് ഷോർട്ട് ടെമ്പേർഡ് ആൻഡ് അമ്മാസ് ആൻഡ് അച്ഛൻസ് പെറ്റ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് വെച്ചാണെങ്കിൽ നമ്മൾ രണ്ട് ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതെ, ചുറ്റുമുള്ള കയ്യിൽ ഷോർട്ട് ആണോ ലോങ് ആണോ എന്നുള്ളത്. അതെന്ന് വെച്ചാൽ പിസ്റ്റ് ഓഫ് ആവട്ടോ അതെന്റെ മുഖത്ത്. എക്സാക്ട്ലി, we can't at any point. അതെ, അച്ഛനും അമ്മയുടെ പെറ്റോ അങ്ങനെ ഇവനായിരിക്കും. ബിക്കോസ് ഇവനാണ് കൂടുതൽ നാളെ അവരുടെ കൂടെ താമസിക്കുന്നത്. ഞാൻ അവര് അതെ. Do you guys fart in front of each other? ഫ്രണ്ടിൽ നമ്മൾ ഓടും. ഫാർട്ട് ചെയ്താ നല്ല വായില് നമ്മൾ ഫാർട്ട് ചെയ്യും, പക്ഷെ വായിരിക്കണം കേൾക്കുന്നുള്ളൂ. അതെ അതെ. Really loving your combo, sweet sisters. Thank you so much. Thank you. ഒരു ഫൈറ്റ് വരുമ്പോൾ ആരാണ് ഫസ്റ്റ് മിണ്ടുന്നത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഫൈറ്റ്, ഞാൻ നേരത്തെ നമ്മളങ്ങനെ ഫൈറ്റ് വന്ന് മിണ്ടാതിരിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് അതൊന്നും ഓർമ്മയില്ലാത്ത മാതിരിയോട് സംസാരിക്കും. വായിച്ചളയോ അങ്ങോട്ട് തന്നെ. ഷീ ചോസ് മൈ ഔട്ട്ഫിറ്റ് ചാലഞ്ച് ചെയ്യോ ചേച്ചി? ചെയ്യല്ലേ? ചെയ്യാം. ഹോം ടൗൺ മിസ് ചെയ്യുന്നില്ലേ രണ്ടുപേർക്കും? സ്വന്തം വീട്ടിലെ നൊസ്റ്റാൾജിയ. ഈ നൊസ്റ്റാൾജിയും ഒന്നും കൂടെ ചക്രമൊന്നുമില്ല. ഹോം ടൗൺ മിസ് ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ഫീൽ ലൈക്ക് സ്റ്റക്ക്. ബിക്കോസ് എവിടെ പോണെങ്കിലും എനിക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഞാൻ പറയില്ല, ഇപ്പൊ ഈ തിരക്കുള്ള സ്ഥലത്തെല്ലാം പോകുമ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യൽ ഇവിടുത്തെ ട്രാഫിക്കിന് എനിക്ക് പറ്റില്ല, നാട്ടിലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൈത്താങ് വേണം. അതുകൊണ്ട് സ്റ്റക്ക്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ഒരു ഓട്ടോ എടുത്ത് പോവാം, അല്ലെങ്കിൽ ഒരു ഊബർ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ അത് നമ്മുടെ സ്ഥലം അങ്ങനെ അതെനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതെ. കൊച്ചിയിലോട്ട് വരുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അല്ല, ഞാൻ ഇപ്പൊ വരുന്നില്ല. മേ ബി നെക്സ്റ്റ് മന്ത് വല്ലതും വരുമായിരിക്കും. നിങ്ങൾ രണ്ടാൾക്കും കൂടെ ചെറുപ്പത്തിൽ ഏപ്രിൽ ഫൂളിന്റെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒപ്പിച്ചിട്ടുണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ലേ. പിങ്ക് ചേച്ചിയുടെ ഏത് ക്വാളിറ്റിയാണ് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത്? അതേപോലെ തിരിച്ചു നീ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇവന്റെ ഒരു ക്വാളിറ്റി അഡാപ്റ്റ് ചെയ്യണോ? അച്ഛൻ്റെ ഒരു പെർസിസ്റ്റൻസ് ഉണ്ടല്ലോ, ടു ഗോ ആൻഡ് വർക്ക് ഔട്ട് ആൻഡ് എവരിതിങ്. എനിക്കതൊന്നും എനിക്ക് ഞാൻ എന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് മെലിയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതെ, അല്ല, ഫിറ്റ്നസ് എനിക്കല്ലാണ്ട് നടന്നുണ്ടാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ. എനിക്ക് എന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമില്ല. പിന്നെ എനിക്കൊരു പുള്ളബാറുണ്ട്, അപ്പൊ തൂങ്ങി കിടക്കാം, അതൊക്കെ ഉള്ളു എനിക്ക്. അച്ചു ഇങ്ങനെ ജിമ്മിൽ പോയ കാണിക്കുമ്പോ ഐ സംടൈം തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു വർക്ക് ഔട്ട്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ടേക്ക് ഇറ്റ്. ചിന്തിക്കും മാത്രം, പ്രവർത്തിക്കില്ല. ഞാൻ എനിക്ക് പോകുന്നത് എനിക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. ബിക്കോസ് എനിക്ക് വൺസ് ലൈക്ക് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എന്റെ ചേഞ്ചസ് മൊത്തത്തില് ലൈഫ് ആസച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ തലവേദന എടുക്കും. 10 ദിവസമൊക്കെ പട്ടിണി ഞാൻ കുറയ്ക്കാൻ റെഡിയാണ്. പക്ഷെ വർക്ക്ഔട്ട് ചെയ്ത് ഒന്നും ബിൽഡ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. എനിക്ക് ആ ഒരു ഫിഗർ ടോൺ ആവണ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ സ്വെറ്റി ഫീലിംഗ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. കുഴപ്പമുള്ളതെന്നറിയോ, നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മസിൽ വരുമല്ലോ, മസിൽ നമുക്ക് സ്കെയിലിൽ വെയിറ്റ് കൊടുക്കും. അതെനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, അതെനിക്ക് താങ്ങാൻ പറ്റത്തില്ല. നോക്കാണ്ടിരിക്കാൻ ഞാൻ നോക്കില്ല. അതാണ് എല്ലാ ദിവസവും മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് രാവിലെ നോക്കുന്ന സാധനം വെയിറ്റ് നോക്കില്ല. അപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് like obviously I will be definitely losing like size പക്ഷേ then I'll put on weight which is very important for me. എനിക്ക് ആ വെയിറ്റ് അതിൽ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. മെലിഞ്ഞ് തൊലിഞ്ഞാലും I don't care, പക്ഷെ I don't want muscles. ഇവിടെ എനിക്കും അങ്ങനെ ഭയങ്കര മസിൽ എന്നല്ല, പക്ഷെ എനിക്ക് ആ ടോൺ ആയാൽ മതി. ഞാൻ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ വെയിറ്റ്. മറ്റേ വെയിങ് മെഷീനിൽ അത് ഞാൻ നോക്കാറുമില്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, എനിക്ക് പിങ്ക് ചേച്ചിയുടെ ഇന്ന് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അല്ല, എനിക്ക് ആ പുള്ളിക്കാരത്തിന് ആ ഒരു ഈ പുള്ളിക്കാരത്തി അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. ആ രീതി എനിക്ക് നോക്കിയിരിക്കും അണ്ടി പോയ പോലെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രീതി അങ്ങനെയല്ല, ആ ഒരു സിറ്റുവേഷന്
ആ ഒരു സിറ്റുവേഷന് ഡീൽ ചെയ്യുന്നതും അത് അതിനെ നോക്കി കാണുന്ന ഒരു രീതിയുണ്ട് പുള്ളിക്കാരത്തേക്ക്. ഇപ്പൊ അതൊരു പ്രത്യേകതരം ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷെ പറയാനും പറ്റില്ല, അത് കണ്ടത് നിൽക്കാറില്ല. അങ്ങനല്ല കേട്ടോ. ഇപ്പൊ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യണത് അതാണ്. ഞാനപ്പൊ ഇങ്ങനെ അപ്പൊ ആ കാര്യത്തിൽ എങ്ങനെ പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവോ, ഒരു പറഞ്ഞ് പ്രശ്നമാവോ, പിന്നെ ഒരു മുഖത്ത് നോക്കേണ്ടി വരും, നോക്കിയില്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ പുള്ളിക്കാരത്തേക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ആ സിറ്റുവേഷനെ പറ്റി ഉണ്ടാവണം. ഞാൻ എന്നെ മാത്രമാണ് എന്ത് വന്നാലും മുൻഗണന കൊടുക്കുള്ളൂ. അത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ എനിക്ക് മാത്രമാണ് ഐ ഡോണ്ട് കെയർ അബൌട്ട് അതർ. ഇതാണ് എനിക്ക് പഠിക്കേണ്ടത്. അതാണ് ഇത് ഉണ്ടാവുള്ളൂ. എത്ര ഗുഡ് ബുക്കിൽ പോയാലും ഒരു ചീത്ത പറ്റുമോ ഞാൻ തീർന്നു. ആരെയാണ് ബോധിപ്പിക്കുന്നത്? ഞാൻ ഐ പ്രയോറിറ്റൈസ് മൈസെൽഫ്. അതെ, ഇന്ന് മുതൽ ആദ്യം ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ്. എടുക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കൊണ്ട് പുറത്തു പോകണം കേട്ടോ. അതാണ് ഞാനാണ് ഇപ്പൊ പോയിട്ട് നീ പ്രയോറിറ്റൈസ് ചെയ്തോ പോണവരൊക്കെ ഞാൻ അങ്ങനെ. അത് അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പൊ അതോടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ക്വസ്റ്റ്യൻസ് നമ്മള് തീർന്നിരിക്കുകയാണ്. മൂഡിൽ വന്നത് സംസാരിച്ചിട്ട് മൂഡിലേക്കുള്ള സിറ്റുവേഷൻ ചെയ്തത്. അപ്പൊ നമ്മുടെ Q&A വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മള് വിസ്പർ ചാലഞ്ച് പെൻഡിങ് ആണ്. വിസ്പർ ചാലഞ്ച് ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുമ്പോ ആൾത്തിരക്ക് കൂടൂലേ? ആൾത്തിരക്ക് ഒരാളും കൂടി വേണ്ടി വരുമല്ലോ ഹൂ നോസ് മീ ബെറ്റർന്ന്. കിരൺ ആൾക്കാരെ കൂട്ടും. അല്ല, നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞ പോലെ അല്ല, ഹൂ നോസ് മീ ബെറ്ററിനേക്കാളും മറ്റേത് ചെയ്യാം. വിസ്പർ ചാലഞ്ച് അല്ല, ഇങ്ങനെ യു ഓർ മീ ഇല്ലേ, അത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് സെറ്റ് ആക്കിയാൽ മതി. ഓക്കെ. അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു ഫൺ Q&A സെഷൻ ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെടുമല്ലോ. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും കൂടുതൽ വ്ളോഗും കാര്യങ്ങളായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. വ്ളോഗ് എന്ന് പറയുമ്പോൾ മുഖം പോലെ മാറി നിൽക്കുന്ന ഒരു പിഞ്ചിച്ച എനിക്കുള്ളത്. എന്നിട്ട് പറയും പിഞ്ചിച്ചേരുള്ള വ്ളോഗ് വരട്ടെ. വ്ളോഗ് വരുമ്പോ തന്നെ എന്നെ എടുക്കരുത്, എന്നെ എടുക്കരുത് എന്ന് വെച്ചാൽ ഭ്രാന്തിനോദിനായി ഇരിക്കണത്. പിന്നെ ഡെന്റിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ്, പല്ല് വേദന, മരുന്ന് കഴിപ്പ്, ചവയ്ക്കാൻ പറ്റായിക, ഇതിന്റെ ഇടയിൽ വ്ളോഗ് കൊണ്ടൊന്നുമില്ല. ക്യാമറയുടെ നിലത്തടിക്കാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെ ചെയ്തു. കഞ്ഞിയാണ് കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടി കാണാം. ചാച്ചാ, ബൈ, ടേക്ക് കെയർ, ലവ് യു.